ഇങ്ങനെ ജാമാക്കുക. ഓ ഓ ഓ ഉണ്ട്. ഇത് കറക്റ്റ് ഇതിനെ പറ്റിയിട്ട് അതിൻ്റെ ഇടയിലേക്ക് തള്ളി കയറി ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കണ്ട കുറച്ച് പഴയ സാധനങ്ങളാണിവ. ഏതാണ്ട് 200 വർഷത്തിനു മേൽ പഴക്കമുണ്ട് ഈ സാധനങ്ങൾക്കെല്ലാം. പഴയ തറവാട് പൊളിച്ചു മാറ്റിയപ്പോൾ കിട്ടിയ കുറച്ച് ബാക്കി ഓർമ്മകൾ. ഇതിനൊക്കെ നല്ല വില തരാമെന്ന് പലരും പറഞ്ഞെങ്കിലും ഇതൊന്നും കൊടുക്കാൻ ആൾ തയ്യാറായില്ല. ഇതുകൂടാതെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഭാഗം വയ്ക്കൽ കഴിഞ്ഞപ്പോൾ മിച്ചം കിട്ടിയത് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമായിരുന്നു. ഇവരുടെ പൂർവികർക്ക് വൈദ്യവും വശമുണ്ടായിരുന്നു. പഴയകാല ചികിത്സാ മരുന്നുകളെപ്പറ്റിയും പച്ചമരുന്നുകളെപ്പറ്റിയും അതിൻ്റെ പ്രയോഗത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരുപാട് താളിയോലകളും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ നഷ്ടമായി. ഇത് ഇവരുടെ മുതുമുത്തച്ഛൻ ഉപയോഗിച്ചിരുന്ന പഴയൊരു തടിപ്പെട്ടിയാണ്. ആളും കേമനായൊരു വൈദ്യൻ തന്നെയായിരുന്നു. പുറത്ത് ചികിത്സയ്ക്കും മറ്റുമായി പോകുമ്പോൾ അത്യാവശ്യം മരുന്നുകളും മറ്റും ഇട്ടുകൊണ്ടു പോകാനായി ഉപയോഗിച്ചിരുന്നതാണിത്. പണ്ട് ആഭരണങ്ങൾ സൂക്ഷിക്കാനും മറ്റാവശ്യങ്ങൾക്കുമൊക്കെയായി ഇത്തരം തടിപ്പെട്ടികൾ ഉപയോഗിച്ചിരുന്നു. ഈ പെട്ടിയുടെ ലോക്കിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ തടിപ്പെട്ടിക്ക് ഒരു പ്രത്യേക പേരുണ്ട്. അതറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുകയും വേണം. അതുപോലെ പഴയൊരു പത്തായവും ഇവിടെയുണ്ട്. തറയിൽ പ്രത്യേകം ഷീറ്റൊക്കെ വിരിച്ച് രാജകീയ പ്രൗഢിയിലാണ് ആശാനെ സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ പഴയൊരു പെട്രോമാക്സും ജലചക്രവും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്.